ബിജെപിയുടെ വോട്ട് കൊള്ളയ്ക്കെതിരെ പാലക്കാട് ഡിസിസി സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കെപിസിസി സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലീബ് ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു രാഷ്ട്രത്തിനായി കേന്ദ്ര സർക്കാർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തെന്ന് മുത്തലീബ് ആരോപിച്ചു. ഇന്ദിരാഗാന്ധി രക്തസാക്ഷിയായത് രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാനായിരുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറിയിൽ പങ്കുള്ളതുകൊണ്ടാണ് വോട്ട് കൊള്ളയ്ക്കെതിരെ സിപിഎമ്മും മുഖ്യമന്ത്രിയും പ്രതികരിക്കാത്തതും പ്രതിഷേധിക്കാത്തതും. തെരഞ്ഞെടുപ്പ് അട്ടിമറിയെക്കുറിച്ച് കോൺഗ്രസ് ഉയർത്തിയ ആക്ഷേപങ്ങളെയും ആരോപണങ്ങളെയും കണ്ടില്ലെന്ന് നടിച്ചവർ ഇന്ന് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചു തുടങ്ങി. തിരിമറി നടത്താനും അട്ടിമറിക്കാനും കഴിയുന്ന വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരിമറി നടത്തിയാണ് ബിജെപി അധികാരം പിടിച്ചെടുത്തത്. പ്രധാനമന്ത്രി മത്സരിച്ച വാരണാസിയിൽ ഉൾപ്പെടെ നിരവധി മണ്ഡലങ്ങളിൽ വോട്ട് കൊള്ള നടന്നു. അച്ഛനും അമ്മയും ആരെന്നില്ലാത്ത, വീടും സ്ഥലവും മേൽവിലാസമായി ഇല്ലാത്ത ലക്ഷക്കണക്കിന് വോട്ടുകൾ വ്യാപകമായി ചേർത്തു. വ്യാജ വോട്ടുകൾ ചേർക്കുമ്പോൾ തന്നെ യഥാർത്ഥ വോട്ടർമാരെ വ്യാപകമായി ഒഴിവാക്കി. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉന്നത ഉദ്യോഗസ്ഥർ യന്ത്രസഹായം തേടി. എല്ലാം രാഹുൽ ഗാന്ധി കയ്യോടെ പിടിച്ചു. ജാള്യതയും ക്രമക്കേടും മറച്ചുവെക്കാൻ രാഹുൽ ഗാന്ധിയെ നിശബ്ദനാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചത്. എന്നാൽ കീഴടങ്ങില്ലെന്നു മാത്രമല്ല, ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും കോൺഗ്രസിനാണെന്ന തിരിച്ചറിവിൽ പോരാടും. തദ്ദേശ നിയമസഭ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരളത്തിലും വോട്ടുകൊള്ള വ്യാപകമാണ്. വാർഡ് തിരിക്കുന്നത് തൊട്ട് ക്രമക്കേട് നടന്നിട്ടുണ്ട്. വിജയമുറപ്പിക്കാനായി ഒരു വാർഡിലുള്ളവരെ മറ്റു വാർഡുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാഷ്ട്രീയ താൽപര്യത്തിന് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ കേരളത്തിലും ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നിട്ടുണ്ട്. ഹിന്ദുത്വ രാഷ്ട്രമുണ്ടാക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോയി 11 വർഷക്കാലം അതിനാണ് ജനാധിപത്യം തകരാൻ പോയത്. നമ്മൾ അതിനെ ചോദ്യം ചെയ്തു. 2014 ശേഷം 2019 തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് ആക്ഷേപമുണ്ടായിരുന്നു. വെറുതെ കോൺഗ്രസ് പറയുന്ന ആക്ഷേപമല്ല. ഇന്ത്യയിലെ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാറുണ്ട്, അതിൽ തിരിമറിയുണ്ട്, അതിൽ കള്ളക്കളിയുണ്ട് എന്ന് കോൺഗ്രസ് പറഞ്ഞപ്പോൾ പുച്ഛിച്ച പല ആളുകളുമുണ്ട് ഈ രാജ്യത്ത്. പക്ഷേ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചു, തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കാം, വോട്ടിംഗ് യന്ത്രത്തിൽ തകരാറിനെ കുറിച്ച് പരാതി കൊടുക്കാമെന്ന് പറഞ്ഞു. അന്ന് നമ്മുടെ ജയറാം രമേശ് കോൺഗ്രസ് നേതാവിനെ ചുമതലപ്പെടുത്തിയ ഇലക്ഷൻ കമ്മീഷന് 2019 തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് പരാതി കൊടുത്തിട്ട് ആ പരാതിയെക്കുറിച്ച് ഇന്ന് വരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ. അതിനൊരു മറുപടി പോലും പറഞ്ഞിട്ടില്ല. അപ്പോഴും കോൺഗ്രസിനെ നോക്കി പുച്ഛിക്കുന്ന ഒരു സമീപനമാണ് ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്നത്. ഇവിടെ ഡിസിസി പ്രസിഡന്റ് പറഞ്ഞല്ലോ, വാരാണസിയിൽ നരേന്ദ്രമോദി ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ അവസ്ഥ അത് തന്നെയാണ് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള ക്രമക്കേടുകളാണ് നടന്നത്. ഇവിടെ ഞങ്ങൾ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ജനാധിപത്യത്തെ എന്ത് വില കൊടുത്തും നിലനിർത്താൻ ഉത്തരവാദിത്തമുള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഡിസിസി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. കെപിസിസി നിർവാഹക സമിതി അംഗം സി.വി. ബാലചന്ദ്രൻ, കെപിസിസി സെക്രട്ടറി ചന്ദ്രൻ, ഡിസിസി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ.എസ്. ജയഘോഷ്, യുഡിഎഫ് ജില്ലാ ചെയർമാൻ പി. ബാലഗോപാൽ, അനന്തകൃഷ്ണൻ, രാമചന്ദ്രൻ, അജാസ് കുഴൽമന്നം, കൌൺസിലർമാർ, മണ്ഡലം ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.